മണിപ്പൂരിൽ നിന്നുള്ള പുകയും കേരളത്തിലെ ഇപ്പോഴത്തെ ചൂടും, ഇത് രണ്ടും ഒരേ നാണയത്തിന്റെ രണ്ട് ധ്രുവങ്ങളാണ്. ഒന്ന് മനുഷ്യനെ ചുട്ടരിക്കുന്നതും മറ്റൊന്ന് നമ്മൾ പ്രകൃതിയെ ചുട്ടരിക്കുന്നതുമാണ്. കോൺക്രീറ്റ് കൊണ്ട് നമുക്ക് കൊട്ടാരങ്ങൾ പണിയാം, കയ്യിൽ കാശുണ്ടെങ്കിൽ AC യും വെക്കാം. പക്ഷെ പുറത്ത് പുകയെ നീ കനലും തീയും തണുപ്പിക്കാൻ ഇവ രണ്ടിനും കഴിയില്ല. മണിപ്പൂരിലെ വീടുകൾക്ക് തീ പിടിക്കുമ്പോൾ അവിടെ കത്തുന്നത് ഇഷ്ടികയും സിമന്റും മാത്രമല്ല, ആ നാട്ടിലെ ജനങ്ങളുടെ സ്വപ്നങ്ങളാണ്. ഇവിടെ കേരളത്തിൽ മരങ്ങൾ വെട്ടിമാറ്റി നമ്മൾ ചില്ലുമേടുകൾ പണിയുമ്പോൾ അത് നമ്മുടെ ശവപ്പെട്ടികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 40 ഡിഗ്രിക്ക് മേളിൽ ചൂട് കൂടുമ്പോൾ നമ്മൾ ആരെയാ കുറ്റപ്പെടുത്തുക? പ്രകൃതിയാണ്. അത് നമ്മുടെ അത്യാഗ്രഹത്തെയാണ്. ചൂട് കൂടിയത് സൂര്യന്റെ തെറ്റല്ല, അത് പ്രകൃതിക്ക് നൽകിയ മുറിവിന്റെ വേദനയാണത്. മണിപ്പൂരിലെ കണ്ണീരും കേരളത്തിലെ വിയർപ്പും ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്: പച്ചപ്പില്ലാത്ത ഭൂമിയും സ്നേഹമില്ലാത്ത മനുഷ്യനും ഒരുപോലെ നശിക്കും. ഇനിയെങ്കിലും നമുക്ക് തിരുത്തിക്കൂടെ? വീടുകൾ പണിയുമ്പോൾ കൂടുതൽ കുറച്ച് മനുഷ്യത്വവും കുറച്ച് മരങ്ങൾ കൂടെ നമുക്ക് നട്ടുപിടിപ്പിച്ചാലോ? കാരണം തണലില്ലാത്ത ഈ ലോകത്ത് അധിക നാൾ ആർക്കും അതിജീവിക്കാൻ കഴിയില്ല.